നമസ്കാരം. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ന് ചെയ്യാൻ പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഇത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് AI സാങ്കേതികവിദ്യ. എന്നാൽ എല്ലാ കാര്യങ്ങൾ പോലെ തന്നെ ഇതിനും ചില ദോഷവശങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ചാറ്റ് ജിപിയും ഗൂഗിൾ ജെമിനിയും കത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡീപ്സീക്ക് എന്ന താരോദയമുണ്ടായത്. ദിവസങ്ങൾക്കുള്ളിൽ ആഗോള സാമ്പത്തിക വിപണിയെയും സാങ്കേതിക രംഗത്തെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അരങ്ങേറ്റമായിരുന്നു അത്. ചാറ്റ് ജിപിടിയും ഗൂഗിൾ ജെമിനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ജിപിയുകളിൽ പ്രവർത്തിച്ചു എന്നതാണ് ഡീപ്സീക്കിനെ വ്യത്യസ്തമാക്കിയത്. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ചെലവ് വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കുന്നത്. GPU എന്നാൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറുകളിൽ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. GPUകൾക്ക് ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഈ പാരലൽ പ്രോസസ്സിംഗ് സാധ്യതമായതിനാൽ തന്നെ AI മോഡലിൽ മെഷീൻ ലേണിംഗും സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഫിനാൻഷ്യൽ മോഡലിംഗ് തുടങ്ങിയ കമ്പ്യൂട്ടേഷണൽ വർക്ക് ലോഡുകൾ കൈകാര്യം ചെയ്യാനും GPUകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയെ ഒരു ആഡംബര റിസോർട്ടായി കാണിക്കുന്ന ഒരു AI സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിച്ച വീഡിയോ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കിട്ടു. നിമിഷ നേരത്തിനുള്ളിൽ ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും വൈറലായി. റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് പങ്കിട്ട AI വീഡിയോയിൽ ഗാസയെ ഒരു റിസോർട്ട് പോലെയാക്കി തന്റെ തന്നെ ഒരു സ്വർണ്ണ പ്രതിമയും ട്രംപ് ഗാസയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ എലോൺ മസ്ക് നൃത്തം ചെയ്യുകയും ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും കടൽ തീരത്ത് വിശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. ട്രംപ് ഗാസ തിളങ്ങുന്നു, ഒരു പുതിയ വെളിച്ചം, ഒരു സുവർണ ഭാവി, പിന്നെ ബിക്കിനി ധരിച്ച ബെല്ലി നർത്തകർ എല്ലാമുണ്ട് ട്രംപിന്റെ വീഡിയോയിൽ. ട്രംപിന്റെ തലയുടെ ആകൃതിയിലുള്ള ഒരു ബലൂൺ പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെയും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. 2.1 ദശലക്ഷം ഗാസക്കാരെ പുറത്താക്കി അതിനെ US ഉടമസ്ഥതയിലുള്ള റിവിയേറെ ആക്കി മാറ്റാനുള്ള പദ്ധതി തന്നെയാണ് വീഡിയോ എടുത്തു കാണിക്കുന്നത്. തുരങ്കമില്ല, ഭയമില്ല എന്നും വീഡിയോയിൽ പറയുന്നു. CNN റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കും. എന്നാൽ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായുള്ള പലസ്തീൻ അതോറിറ്റി ഇതിനെ അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അവർ വിശേഷിപ്പിച്ചു. ട്രംപിന്റെ പുത്തൻ പദ്ധതിയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ അറബ് നേതാക്കൾ റിയാദിൽ യോഗം ചേർന്നു. ഇനി മാർച്ച് 4 കെയ്റോയിൽ വീണ്ടും അറബ് നേതാക്കൾ ചർച്ച ചെയ്യണമെന്നാണ് സൂചന. പലസ്തീനികളെ ഇതിനകം തന്നെ മേഖലയിൽ കൂടുതൽ സുരക്ഷിതവും മനോഹരവുമായ പ്രദേശങ്ങളിൽ പുതിയതും ആധുനികവുമായ വീടുകളോടെ പുനരധിവസിപ്പിക്കാമായിരുന്നു. അവർക്ക് സന്തോഷത്തോടെ സുരക്ഷിതവും സ്വതന്ത്രവുമായിരിക്കാൻ അവസരം ലഭിക്കും. ലോകമെമ്പാടുമുള്ള മികച്ച സംഘടനവുമായി ചേർന്ന് ഭൂമിയിൽ ഏറ്റവും വലുതും അതിശക്തികരവുമായ വികസിത പ്രദേശമായി മാറുന്ന ഒന്നിന്റെ നിർമ്മാണം US ആരംഭിക്കും. മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. പുതിയ AI വീഡിയോ കൂടി പുറത്തു വന്നതോടെ ഗാസയുടെ കാര്യത്തിൽ വെറും വാക്കല്ല ട്രംപിന്റേതെന്നും ഒരുമിട്ടിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹമെന്നും ലോകരാജ്യങ്ങൾക്ക് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം ഇന്ന് എന്തിനും ഏതിനും മനുഷ്യൻ കണ്ടെത്തുന്ന മാർഗമാണ് AI സാങ്കേതികവിദ്യ. ഇതിലൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.